ഐസ്ക്രീം പേര അല്ലേ? നമുക്ക് പിന്നെ ഉള്ള അലഹബാദ് സഫേദ് പേരയും അതാണ് പിന്നെ വേറെ ഉള്ളത്. അത് നല്ല വലിപ്പമാണ്. പക്ഷേ ഇപ്പൊ ഇതിനും വലിപ്പമായല്ലേ? ഇതും നല്ല നമുക്ക് കിട്ടിയ സമയത്ത് അത്ര വലിപ്പമില്ല. അത് കിട്ടിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വല്പം ചോല ഉണ്ടായിരുന്നു. പിന്നെ വളം കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടായില്ല. ഈ തവണ ഇപ്പം ഞാൻ വേറെ ഒരുപാട് വളങ്ങളൊന്നും കൊടുത്തില്ല. ഇതിന് കൊടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ചാണം കൊടുത്തു, പിന്നെ ബ്ലൂമും നൈട്രോഗനും സ്പ്രെഡോളും സ്പ്രേ ചെയ്തും കൊടുത്തു, കടയ്ക്ക് ഒഴിച്ചും കൊടുത്തു. അത്രയും കാര്യങ്ങൾ ചെയ്തതോടുകൂടി സൈസായി. കാരണം പേരയ്ക്ക് ആരോഗ്യമായി. പിന്നെ വെയിൽ വേണം. വെയിലില്ലാത്തത് കൊണ്ട് ഇതിനു മുമ്പ് ചെറിയ പേരയ്ക്കായിരുന്നു. വെയിലും കിട്ടി കാര്യങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ധാരാളം പേരയ്ക്കായി. ഇപ്പം നമ്മൾ വേറെ വെറൈറ്റികൾ 1, 5, 6 വെറൈറ്റി പേരയും കൂടി പേരയ്ക്കൊന്ന് താത്തിക്ക് കാണട്ടെ. കണ്ടോ, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നാളെ വരുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര കളറില്ല. അപ്പോൾ നമുക്ക് സ്നാക്സ് അതും ഇതുമൊക്കെ കഴിക്കുന്നതിന് പകരം ഞങ്ങൾ പേരയ്ക്ക് കഴിക്കാൻ പോവുകയാണ്. ജങ്ക് ഫുഡ്സ് കഴിക്കാതെ ഇത് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം. സൂപ്പർ നമ്മുടെ പേരയ്ക്ക. ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട കാര്യങ്ങൾ വരില്ല. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇത് ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞയാണ്. മഞ്ഞല്ല, വെള്ള. വെള്ള മഞ്ഞ പേരയ്ക്ക, ഉള്ളു വെള്ള. മറ്റേത് ഇത് പഴുപ്പ് കൂടിപ്പോയി.